ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും AZD അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചുമ. അപ്പോൾ SSC CGL 2026 അല്ലേ? അപ്പോൾ CGL 2026 വീഡിയോ കൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത വർഷത്തെ CGLന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഈ വർഷം തന്നെ ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തോളുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ടൈം എന്താണ്? ഇത് തന്നെയാണ്. കാരണം നമുക്ക് നമ്മുടെ 2026 CGLനായിട്ട് ഒരു വർഷത്തോളം ഉണ്ട്, ടൈമുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് അറിഞ്ഞ് നല്ല രീതിയിൽ നല്ലൊരു ഷെഡ്യൂളോടുകൂടി നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടുത്ത വർഷത്തെ CGL ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമുക്ക് SSC CGL 2026 ഡീറ്റെയിൽഡ് സിലബസിലേക്ക് പോകാം. അപ്പം നമ്മുടെ റീസണിങ് നമ്മുടെ SSC ഏത് എക്സാമിനുള്ളത് പോലെയും ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. അപ്പോൾ ജനറൽ അവയർനെസ് പ്ലസ് GK ആണ്. എല്ലാത്തിനെയും പോലെ തന്നെ നമ്മുടെ CGLD സിലബസ് ഇത് തന്നെയാണ്. അപ്പോൾ റീസണിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സെമാൻറ്റിക് അനലോജി, ഫിഗറൽ അനലോജി, സിംബോളിക് ഓപ്പറേഷൻസ്, നമ്പർ അനലോജി, സെമാൻറ്റിക് ക്ലാസിഫിക്കേഷൻ, സെമാൻറ്റിക് സീരീസ്, വെൻ ഡയഗ്രാം, ഡ്രോയിങ് ഇൻഡിഫറൻസ്, ഫിഗർ ക്ലാസിഫിക്കേഷൻ, ഫോൾഡിംഗ് ആൻഡ് അൺഫോൾഡിംഗ് പാറ്റേൺസ്, നമ്പർ സീരീസ്, ഫിഗർ സീരീസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിംഗ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, സോഷ്യൽ ഇൻ്റലിജൻസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ന്യൂമറിക്കൽ ഓപ്പറേഷൻസ്. അപ്പോൾ ഇതെല്ലാം കൂടാതെ തന്നെ നമുക്ക് ബ്ലഡ് റിലേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അല്ലേ? ബ്ലഡ് റിലേഷൻ ഉണ്ട്, ദെൻ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പസിലിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പസിലിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അതായത് റീസണിങ് എന്ന് പറയുമ്പോൾ വെർബൽ പ്ലസ് നോൺ വെർബലിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് പ്രിപ്പയർ ചെയ്ത് എടുത്ത് വെച്ച് തന്നെ ഇപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊള്ളുക. മാത്സിന്റെ കേസിലാണെങ്കിൽ മാത്സ് അഡ്വാൻസ്ഡ് പ്ലസ് അർത്ഥമാറ്റിക് ആണല്ലേ? ബേസിക് ആയിട്ടുള്ള അർത്ഥമാറ്റിക് പ്ലസ് അഡ്വാൻസ്ഡ് ആണ് മാത്സിന്റെ കേസിൽ. അപ്പോൾ അഡ്വാൻസിന്റെ ടോപ്പിക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്പർ സിസ്റ്റം, ഫണ്ടമെന്റൽ അർത്ഥമാറ്റിക് ഓപ്പറേഷൻസ്, അൾജിബ്ര, ജോമെട്രി, മെൻസുറേഷൻ, ട്രിഗ്നോമെട്രി, സ്റ്റാറ്റ് ആൻഡ് പ്രോബബിലിറ്റി, പിന്നെന്താണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ അല്ലേ? പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. അപ്പോൾ ഈ ഒരു പെർമ്യൂട്ടേഷനും പ്രോബബിലിറ്റിയും എല്ലാം ഇതിന് മുൻപ് വരെയും ടയർ 2 സെക്കൻഡ് ടയറിൽ മാത്രമായിരുന്നു ചോദിച്ചു കണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ആ ഒരു പാറ്റേൺ ചേഞ്ച് വന്നിട്ടുണ്ട്. ടയർ 2 ചോദിച്ചിട്ടുള്ള സ്റ്റാറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ടയർ 1 തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷനും ആ ഒരു സ്ട്രാറ്റജി മാറുന്നതിനനുസരിച്ച് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ മാറ്റുക. പിന്നീടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ടൈം ആൻഡ് വർക്ക് ഉണ്ട് അല്ലേ? Then ratio and proportion, time and distance in the questions ഉണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ടൈം ആൻഡ് ഡിസ്റ്റൻസ് പറഞ്ഞു. അപ്പോൾ സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് എന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പെർസെൻറ്റേജ്, മിക്സ്ചർ ആൻഡ് അലിഗേഷൻ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാത്സ്, അതായത് ബേസിക് അർത്ഥമാറ്റിക് പ്ലസ് അഡ്വാൻസ് എന്നെല്ലാം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ദെൻ ഇംഗ്ലീഷിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ സെക്ഷൻ മാത്രമല്ല നോൺ ഗ്രാമർ സെക്ഷനും ഉണ്ട് ക്വസ്റ്റ്യൻസ്. ഗ്രാമർ ഉണ്ട്, സെന്റൻസ് സ്ട്രക്ചർ ഉണ്ട്, സ്പോട്ട് ദി എറർ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, വൊക്കാബ്, സിനോണിം, ആന്റണിം ഉണ്ട്, സ്പെല്ലിംഗ് ഉണ്ട്, സ്പെല്ലിംഗ് ഓർ ഡിറ്റക്ടിങ് മിസ്പെൽഡ് വേർഡ്സ് ഉണ്ട്, ഇഡിയം ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇംപ്രൂവ്മെന്റ് ഓഫ് സെന്റൻസ്, ആക്റ്റീവ് ഓർ പാസീവ് വോയിസ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് നറേഷൻ, ഷഫ്ലിംഗ് ഓഫ് സെന്റൻസ് പാർട്സ്, ഷഫ്ലിംഗ് ഓഫ് സെന്റൻസസ് ഉണ്ട്, ക്ലോസ് പാസേജ്, കോംപ്രിഹെൻഷൻ പാസേജ്. അപ്പം നല്ല വാസ്റ്റ് ആയിട്ട് സിലബസ് കിടക്കുകയാണ്. അത് മാത്രമല്ല ഇംഗ്ലീഷിന് വെയിറ്റേജ് കൂടുതലാണ്. നമ്മുടെ സെക്കൻഡ് ടയർ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിന് വെയിറ്റേജ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഇംഗ്ലീഷിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇംഗ്ലീഷിന് മാക്സിമം സ്കോർ ചെയ്താൽ തന്നെ നിങ്ങൾ സേഫ് സോണിലാകും. ജനറൽ അവയർനെസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ, ജോഗ്രഫി, ഇക്കണോമിക്സ്, പൊളിറ്റി, സയൻസ്, കറണ്ട് അഫയേഴ്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, സ്പോർട്സ്, ഇമ്പോർട്ടൻറ്റ് സ്കീംസ്, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആൻഡ് ഡേറ്റ്സ്. കറണ്ട് അഫയേഴ്സിന്റെ കേസിൽ നാഷണൽ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. നാഷണലിൽ തന്നെ വരുന്നത് റാങ്ക് ഉണ്ട്, ദെൻ ഇൻഡിസസ് ഉണ്ട്, പിന്നെ
കറണ്ട് അഫയേഴ്സിന്റെ തന്നെ സ്പോർട്സ് സെക്ഷൻസ് ഉണ്ട് അല്ലേ, മിലിറ്ററി ഡിഫൻസിന്റെ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, ഡിഫൻസ് മിലിറ്ററി എക്സസൈസുകളുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ആണ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് വരുന്നത്. കറണ്ട് അഫയേഴ്സിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓതേഴ്സ്, ബുക്സ് അതെല്ലാം നോക്കി പോവുക. ദെൻ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചർ മെയിൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഡാൻസ് ഫോംസ്, മ്യൂസിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടെമ്പിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഫെസ്റ്റിവൽസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഫെയേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം വലിയ വാസ്റ്റ് ടോപ്പിക്കാണ്. പക്ഷെ ആ വാസ്റ്റ് ടോപ്പിക്ക് കറക്റ്റായിട്ട് എന്താണ് ആ ഒരു സ്ട്രാറ്റജിയോട് കൂടി തന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് 1 വർഷം ടൈമുണ്ട്. ആ 1 വർഷം ടൈമിൽ നല്ല രീതിയിൽ ഒരു സ്ട്രാറ്റജിയൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നെക്സ്റ്റ് ഇയർ CGL ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ CGL ക്രാക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക്, നെക്സ്റ്റ് ഇയർ CGL പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ AZB അക്കാഡമി SSC CGL 2026 കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രമല്ല, ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സ്പെഷ്യൽ കറണ്ട് അഫയർ സെഷൻസ് ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 1-to-1 മെന്റർഷിപ്പ് പ്രോഗ്രാം ഈ ഒരു കോഴ്സിന് അവൈലബിൾ ആണ്. നിങ്ങളുടെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ മുതൽ എക്സാം വരെയുള്ള എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വയറീസും ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മെന്റേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മോട്ടിവേഷൻ സെഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള നമ്മുടെ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. AZB അക്കാഡമി നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രിപ്പറേഷന് കൂട്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്ത് കോഴ്സ് നമ്മുടെ കൂടെ അടുത്ത വർഷത്തെ SSC CGL ക്രാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്